ഹായ് നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വന്ന എന്താ വെച്ചാൽ നല്ലൊരു അടാറ് തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു 10 ഏക്കർ പ്ലോട്ട് വെറും 8.5 ലക്ഷം റുപ്യ. വെറും 8.5 ലക്ഷം റുപ്യ ഏക്കറിന് വെറും 8.5 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു 10 ഏക്കർ സ്ഥലം, നല്ല കിഡിലൻ ഒരു പ്ലോട്ട്. അതായത് കുറഞ്ഞ വിലയ്ക്ക് സ്ഥലങ്ങളൊക്കെ ചോദിച്ച് നടക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ പ്ലോട്ട് തന്നെ കേട്ടോ. വെറും ഏക്കറിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും 8.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ ഏക്കറിനാണ് കേട്ടോ 8.5 ലക്ഷം റുപ്യ. മൊത്തം 10 ഏക്കർ സ്ഥലമാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്, കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ആദായത്തിന് എന്തൊക്കെയുള്ള ആദായത്തിനായിട്ട് പറയണെങ്കിൽ 1500ഓളം റബ്ബർ ഉണ്ട്. അത് കത്തി വെക്കാത്ത റബ്ബർ, നല്ല വണ്ണുള്ള റബ്ബർ. അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നടക്കണം, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന തോട്ടാണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 10-15ഓളം തെങ്ങുണ്ട്, 10-15ഓളം ജാതി ഉണ്ട്. നല്ല സ്ഥലമാണ് കേട്ടോ. എല്ലായിടത്തും നമുക്ക് നടന്നെത്താൻ സൗകര്യത്തിനുള്ള പ്ലാറ്റ്ഫോറും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എന്താ പറയാ, പ്ലാറ്റ്ഫോറൊക്കെ നല്ല ക്ലിയർ തോട്ടല്ലേ, നല്ല രസം, നല്ലൊരു തോട്ടം. പിന്നെ ചെറിയ ചെരിവുണ്ട് കേട്ടോ, വലിയ ചെരിവല്ല, എല്ലായിടത്തേക്കും നടന്നെത്താൻ പാകത്തിനുള്ള ചെരിവേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മൾ അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. താഴെ കൂടെ റോഡുണ്ട്, അതുപോലെ തന്നെ മേലെ കൂടെ റോഡുണ്ട്. നിലവിൽ ഇപ്പോൾ ഓഫ് റോഡ് പോലത്തെ വണ്ടികളെ മാത്രമേ, 4 വീൽ ജീപ്പുകൾ മാത്രമേ കയറി പോവുള്ളൂ. ടാറിംഗ് റോഡ് പോകുന്ന ഒരു 200-250 മീറ്റർ അത്രേ കാണുള്ളൂ. ഇപ്പൊ നിലവിൽ അതിനകത്തോട്ട് ഓഫ് റോഡ് ജീപ്പ് പോലത്തെ വാഹനങ്ങളൊക്കെ പോകുള്ളൂ കേട്ടോ. അപ്പം പിന്നെ വേറെ എന്താ കവുങ്ങില്ല അതിനകത്ത്? കവുങ്ങുണ്ട്, ഒരു 700ഓളം കവുങ്ങുണ്ട്. അപ്പൊ എത്രയും ആദായങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. 1500ഓളം റബ്ബർ, 700ഓളം കവുങ്ങ്, ഒരു 10-15 തെങ്ങ്, 15 ജാതി, ഇത്ര സംഭവങ്ങളാണ് അതിനകത്തുള്ളത്. അതായത് കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോൾ സ്ഥലങ്ങളൊക്കെ എടുത്തിടാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഫാം ഒക്കെ തുടങ്ങണമെങ്കിൽ അങ്ങനെയും തുടങ്ങാം കേട്ടോ. ഫാം തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിനും പറ്റും. പിന്നെ അടുത്ത് ഒരുപാട് വീടുകളൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. കാരണം അടുത്തൊക്കെ എന്താ പറയാ, എല്ലാവർക്കും ഈ ഇതേമാതിരിക്ക് 5 ഏക്കർ, 8 ഏക്കർ, 4 ഏക്കർ ഇതേമാതിരിക്കുള്ള സ്ഥലങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. നമുക്ക് ബസ് റൂട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2-2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊന്നക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തുകയും ചെയ്യും. പിന്നെ നമുക്ക് സ്കൂള്, പള്ളി, അമ്പലം, ചർച്ച ഒന്നും വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരു 5 കിലോമീറ്റർ, ഒരു മാലവത്ത് കസബ എന്ന് പറഞ്ഞ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക്, പിന്നെ മാലവത്ത് ചെറിയ ക്ലിനിക്കുകളും അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ കൊന്നക്കാട് നമുക്ക് ചെറുപുഴ പോവാം, അതുപോലെ തന്നെ ചിറ്റാരിക്കൽ, പിന്നെ ഇപ്പുറത്തെ വഴിക്ക് പോയി കഴിഞ്ഞാൽ പാണത്തൂര് പോകാം. അങ്ങോട്ടൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എല്ലാ ഭാഗത്തേക്കും ബസ് സർവീസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ കാഞ്ഞങ്ങാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 കിലോമീറ്റർ ആണ് കൊന്നക്കാടിലോട്. ഏകദേശം അത്ര 50 കിലോമീറ്റർ ദൂരം വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് കാണണമെന്നോ എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങളെ അറിവിൽ ഇതേപോലെ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ചങ്കുകൾ ആരെങ്കിലും അല്ലേ, നിങ്ങളെ റിലേഷനോ അതല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മളെ ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഇതേപോലെ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.